ഞാൻ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെന്നൈയിലുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ദിനേശേ, എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ഹാങ് ആയി. ഇദ്ദേഹമാണ് എൻ്റെ ബോസ്. വളരെ നല്ല മനുഷ്യനാണ്. പുതിയതായിട്ട് അപ്ഡേറ്റ് വല്ലതും ചെയ്തിരുന്നു. എനിക്ക് ഈ കുഴപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അത് സോൾവ് ചെയ്യാനും എന്തുകൊണ്ട് സംഭവിച്ചെന്ന് കണ്ടുപിടിക്കുന്നത് ഇഷ്ടം. കണ്ട സൈറ്റിലേക്ക് കയറി എങ്ങനെ ഉണ്ടാവും? നോ മാൻ നോ, റിലാക്സ്. ഓക്കെ. ഫിക്സഡ്. താങ്ക് യു മാൻ. ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് രവിയാണ്. രവി, എന്താടാ നീ വീട്ടിലൊന്നും പോകുന്നില്ലേ? നീ ഫോൺ എടുത്തേ. എവിടെ ഇരിക്കുന്നത്? എൻ്റെ പോക്കറ്റ്. എടാ, ഇത് കുറച്ച് ഓവറാണ് കേട്ടോ. ഇതൊന്നും അത്ര നല്ലതിനല്ല. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഈ സിസ്റ്റം അമേരിക്കയിൽ ഒരുപാട് യൂസ് ആണ്. അതായത് ഒരാളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വെച്ച് അവന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാൻ കഴിയും. എവിടെയാണ് താമസിക്കുന്നത്, എത്ര ദിവസം ഇവിടെ ഉണ്ടാവും, അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ട്രേസ് ചെയ്യാൻ ഈസിയാണ്. ഒരാളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഒരുപക്ഷെ ചോർന്നാൽ അയാളുടെ കൺട്രോൾ അതിൽ നിന്നും നഷ്ടമാകും. അങ്ങനെ സംഭവിച്ചാൽ ആ ഡ്യൂപ്ലിക്കേറ്റിന് തടയുന്നതാണ് നമ്മുടെ ജോലി. സോ നാച്ചുറലി നമ്മുടെ വർക്കിംഗ് ടൈം കുറച്ച് കൂടുതലാവും. സാർ, നമ്മുടെ ഓഫീസ് 24 അവേഴ്സും വർക്കിംഗ് അല്ലേ സാർ? സാർ അത് കൂട്ടാൻ വല്ല ഉദ്ദേശം വല്ലതും ഉണ്ടോ? രവി. ശരി സാർ, ആയിക്കോട്ടെ. ദിനേശ്, നീ തന്നെ ഈ പ്രോജക്റ്റ് ചെയ്തോളൂ. ഓക്കെ സാർ. സാർ, ഈ പ്രോജക്റ്റിൽ എന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് സാർ? രവി, നിന്റെ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പ്രോജക്റ്റ് തീരുന്നതുവരെ നീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുത്. ഞാൻ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്ന മാട്രിമോണി സെറ്റിൽ ഐശ്വര്യ എന്ന കുട്ടിയുടെ മാരേജ് പ്രപ്പോസൽ വന്നു. ഐശ്വര്യയെ കാണുമ്പോൾ അവൾ എനിക്ക് വേണ്ടി ജനിച്ചാണെന്ന് എനിക്ക് തോന്നി. പാവം, അവൾ അച്ഛനും അമ്മയില്ലാതെ അനാഥയായി വളർന്ന കുട്ടിയാണ്. ഞാൻ ഐശ്വര്യ കല്യാണം കഴിച്ചിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. നീ ഇപ്പൊ റൂമിൽ കയറി ചെന്നാലും അവൻ ലാപ്ടോപ്പിലായിരിക്കും തട്ടി കളിക്കുന്നത്. എന്ത് ചെയ്യാനാ മോളെ, കുഞ്ഞുനാളിൽ ഒരുപാട് കൊഞ്ചിച്ച് വളർത്തിയതല്ലേ. ദാ, ഈ പാല് കുടിച്ചിട്ട് ഉറങ്ങാതെ നോക്കിയോണേ. ഇതെന്താ ഈ ചെയ്യുന്നേ? ഇനിയും തീർന്നില്ലേ? എങ്ങനെ തീരാനാ? എന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആണ്. ഓ, ഈ പാല് കുടിക്കുന്നില്ലേ? സോറി, എന്തേ പാല് കുടിക്കത്തില്ലേ? കുടിക്കുമല്ലോ. കല്യാണത്തിന് മുമ്പ് എൻഗേജ് ആയ ചിലരൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്, ഫോണിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. ബട്ട് ഞാൻ ജോലിയിൽ ബിസി ആയിരുന്നത് കൊണ്ട് അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അത് സാരമില്ല. എല്ലാം അപ്പോഴേ സംസാരിച്ചിരുന്നെങ്കിൽ കല്യാണത്തിന് ശേഷം എന്ത് ചെയ്തേനെ? പക്ഷേ ഇപ്പൊ എന്ത് സംസാരിക്കണമെന്നറിയില്ല. ഇപ്പോ സംസാരിക്കണോ? നിന്നെ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിൽ ഒരു കഥക് തുറന്നു. എന്തുവാ കഥക് തുറന്നു കൊടുക്കുന്നു? നിനക്ക് എത്ര വയസ്സായി? കണ്ട എത്ര തോന്നും? 21. 21? സോറി, നീ തന്നെ പറ. 21 തന്നെയാ. പേടിക്കണ്ട, ഞാൻ മേജർ തന്നെയാ. പോലീസ് ഒന്നും പിടിക്കില്ല ഏട്ടനെ. നമുക്ക് വേണ്ടി ഭൂമിയിൽ ഒരാൾ ജനിക്കുമെന്ന് പറയാറുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്നറിയില്ല, പക്ഷേ എനിക്ക് വേണ്ടിയാണ് നീ ജനിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്നെ നോക്കിയ നിമിഷം, നിന്റെ ആ നോട്ടം എൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ സമയം, എൻ്റെ ജീവിത ചരിത്രം ഞാൻ അന്നേരം തന്നെ എഴുതി കഴിഞ്ഞിരുന്നു. സത്യത്തിൽ ഇതെല്ലാം ഓൾറെഡി എഴുതി വച്ചിരിക്കുന്ന പ്രോഗ്രാം തന്നെയാണെന്ന്. സാർ, ആ മെയിൽ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. സോറി സാർ, ഇനി ആ ബാലയുടെ മെയിലും ചെക്ക് ചെയ്യൂ. എങ്ങോട്ടാ പോകുന്നേ? ഓഫീസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇനി ആ രമേശിന്റെ ഐഡിയിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും. തിരിച്ചു വരും? വേഗം തിരിച്ചു വരാം. ആ പാസ്കോഡ് അല്ല സാർ. ഓക്കെ. അല്ല സാർ, ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ് ജനിച്ചിരിക്കുന്നേ. അല്ല സാർ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ആ 3rd ലൈനില്ലേ, 3rd ലൈനില് അത്. ഇന്ന് സംസാരിക്കാൻ സമയമുണ്ടാവോ? എന്തായാലും ഇനി സംസാരിക്കുന്നില്ല. അത് സാർ, അത് പിന്നെ അല്ല, പറഞ്ഞോളൂ സാറേ. ദിനേശ്, നമ്മുടെ പ്രോട്ടോടൈപ്പിൽ എറർ ഉണ്ടെന്ന് ക്ലയന്റ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. ഉടനെ നീ ഓഫീസിലേക്ക് വാ. 10 മിനിറ്റ് കൊണ്ട് ഞാനിപ്പോൾ അവിടെ എത്താം സാറേ. എന്ത് പറ്റി സാറേ?
കുറെ ക്ലയൻസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എററാണെന്നാ പറയുന്നേ. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം മെയിൽ ചെയ്തിട്ടുണ്ട്. വേഗം വേണം. യെസ് സർ. എല്ലാം കഴിഞ്ഞ് നീ എന്നെ വിളിക്കണം. ഓക്കെ സർ. എടാ ദിനേശ്, എടാ ദിനേശ്, ദിനേശ്, നിനക്കെന്താ അളിയാ, പറ്റിയെ? എന്താണ് പറ്റിയത്? എടാ അളിയ എന്താ പറ്റിയെന്ന്? എന്താ പറ്റിയേ? എന്നെ ഷോക്ക് അടിച്ചതാ. എന്തോന്ന് ഷോക്ക് ഷോക്ക് അടിച്ചെന്നോ? കുഴപ്പമില്ലല്ലോ നിനക്ക്? എടാ എന്താ പറ്റിയേ? എനി പ്രോബ്ലം? ഇല്ല, ഐ ആം ഓക്കെ. ഓക്കെ, എന്നാ ശരി, എഴുന്നേക്ക്. വാ. Get up. നീ എഴുന്നേക്ക, വാ. എഴുന്നേറ്റിരിക്കേ. അങ്ങോട്ടിരിക്കെ. ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ഷോയിലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഗ്മെന്റ് നേരായ കത്ത്. പേര് കേൾക്കുമ്പോൾ കുറച്ച് പഴഞ്ചനായി തോന്നാം, പക്ഷേ ലേറ്റസ്റ്റ് എല്ലാം പുതിയതാണ്. ഞാൻ നിങ്ങളുടെ റാഫിയാണ് സംസാരിക്കുന്നത്. ഇനി വായിക്കാൻ പോകുന്ന കത്ത് ആരുടെയാണെന്ന് വെച്ചാൽ മിസ്റ്റർ ദിനേശിൻ്റെയാണ്. ഇദ്ദേഹം ആൽവാർപേട്ടിലാണുള്ളത്. ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ഐശ്വര്യ, വളരെ നല്ല ഭാര്യ. അവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്, പക്ഷേ വീട്ടിൽ തനിച്ചുള്ളപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാവുന്നു. എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ദിനേശ്, എനിക്ക് കത്ത് വായിക്കുമ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഡോക്ടറെ പോയി കാണണം. ഒരു നല്ല ഡോക്ടറെ പോയി കാണും. ഒരു നല്ല ഡോക്ടറെ പോയി കാണും. ഒരു നല്ല ഡോക്ടറെ പോയി കാണും. ഒരു നല്ല ഡോക്ടറെ. എന്താ സാറേ, കറണ്ട് ഇല്ലാത്തടത്ത് കൈവച്ചപ്പോ ഷോക്ക് അടിച്ചെന്ന് കേട്ടല്ലോ. രവി ആയിരിക്കുമല്ലേ പറഞ്ഞത്? പിണങ്ങല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ദേ ഇപ്പൊ രവി അമ്മയോട് ഫോണിൽ സംസാരിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. ഞാൻ സോറി പറഞ്ഞല്ലേ. ഇങ്ങനെ മിണ്ടാതെ പോയാ എങ്ങനാ? എന്തിനാ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ ആവുന്നേ? എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാനിപ്പോൾ തെളിയിക്കണോ? എങ്ങനെയാ? ഇനി പറ. ഏട്ടന് കുഴപ്പമൊന്നുമില്ല. ചുറ്റും ചുരുകയോ കനലായിന്നവളെത്തും, നമ്പും നരകമോ നാരി നിന്നുള്ള. എന്തു പറ്റി? കുറച്ച് വെള്ളം വേണം എനിക്ക്. ശരി, ഞാൻ എടുത്തോണ്ട് വരാമേ. എനിക്ക് ഡോക്ടറെ കാണാൻ തോന്നുന്നു. എന്നോട് ആരൊക്കെയോ സംസാരിക്കുന്ന പോലെ പേടിയാന്ന് എനിക്ക്. എന്താ പറ്റിയേ? എന്തിനിങ്ങനെ പേടിക്കുന്നേ? ഒന്നുമില്ല, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. പോ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ പോവാ. ഇനി എൻ്റെ അടുത്തോട്ട് വാ മിണ്ടാൻ. ഡോക്ടറിന്റെ അടുത്ത് പോ, മരിക്കുന്നതിന് മുമ്പായിട്ട്. ആരാത്? ഇത് ഞാനാ. ഞാനെന്ന് പറഞ്ഞ ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? ഞാൻ ആരാണെന്ന് നിനക്കറിയണമെന്നുണ്ടോ? ആ, ആരാന്ന് പറ. ടെറസിന്റെ മുകളിലേക്ക് വാ, പറഞ്ഞു തരാം. ഞാനെന്തിനാ ടെറസിൽ വരുന്നേ? ആദ്യം വാ അങ്ങോട്ട്, പറഞ്ഞു തരാം. നിന്നോട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഞാനിവിടെ എത്തി. നിങ്ങളെവിടെയാണ്? ഇങ്ങോട്ടേക്ക് വാ, കുറച്ചുകൂടെ മുമ്പോട്ട് വാ, കുറച്ചുകൂടെ മുമ്പോട്ട്. ആ ചുവരിൻ്റെ മുകളിലോട്ട് കയറ്, പറയാം. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നീ എന്താടാ ഈ കാണിക്കുന്നത്? എന്താണ് നിനക്ക് പറ്റിയത്? നിനക്ക് എന്താ വട്ടുണ്ടോ ഇതിന്റെ മേലിൽ കയറി നിൽക്കാൻ? വായി നോക്കി നിൽക്കാൻ നിനക്ക് വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നീ കുടിച്ചിട്ടുണ്ടോ? പിന്നെ തമാശ കളിച്ച് നോക്കിയതാണോ നീ? നീ എപ്പോഴാ വന്നേ? നിനക്കിതെന്താണ് പറ്റിയത്? എൻ്റെ തലയ്ക്കുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ. കമ്പ്യൂട്ടറിനകത്തുനിന്ന് ഒരു കൈ വന്നിട്ട് എന്നെ താഴേക്ക് തള്ളിയിട്ടളിയ. എന്തുവാടാ ഈ പറയുന്നത്? കാറിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോയിൽ നിന്ന് ഒരു ശബ്ദം വന്നിരുന്നു. ആ ശരീര കുറച്ചു മുമ്പ് നീ ഉടനെ തന്നെ ടെറസിലേക്ക് വരണം, നിന്നോട് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞളിയ. തലയ്ക്കകത്തുന്നോ? അത് കേട്ടിട്ടാണോ നീ മുകളിലേക്ക് പോയത്? അവള് വരുന്നുണ്ട്, അവള് അറിയണ്ട. ശരി. എന്താ രണ്ടുപേരും കൂടെ വലിയ സീരിയസ് ആയിട്ട്? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്നു. അളിയ, നീ അവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നമുക്ക് വേഗം ഒരു നല്ല ഡോക്ടറെ കാണാം. ഇവരൊക്കെ അറിഞ്ഞാൽ വല്ലാതെ പേടിക്കുന്നേ. അളിയ, നീ മോളിലോട്ട് പോകുന്നതിന് മുന്നേ ഈ കാപ്പ് കുടിച്ചായിരുന്നോ? കുടിച്ചു. എന്താ? ഈ കാപ്പ് കുടിച്ചു കഴിഞ്ഞാൽ മേളിൽ നിന്ന് ചാടാനല്ലാതെ പിന്നെ എന്താ തോന്നുക? അളിയ, നാളെ ഡോക്ടറെ കാണാൻ പോണം. അതുവരെ നീ ടെറസിലേക്ക് പോകണ്ട. അഥവാ ഇനിയും വലിയ ശബ്ദം കേട്ടാൽ ഇവിടെ ആളില്ല, വെളിയിലോട്ട് പോയിരിക്കുമെന്ന് പറ. മനസ്സിലായോ? എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ആഹാ, രവിയോ? എപ്പോഴാ മോനെ വന്നേ? ഇപ്പൊ വന്നോളൂ. ഇവൻ എന്താ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല അമ്മേ, ഞങ്ങളുടെയും കൂടി ജോലി അവനല്ലേ നോക്കുന്നേ, അതുകൊണ്ടാ. ഓ ശരി, ആകട്ടെ, പോട്ടെ അമ്മേ. ശരി. ആ. മോളെ കടുവ് പൊട്ടിച്ചായിരുന്നോ? പറഞ്ഞാ നിനക്കൊരു ആൻസറിനെ ഇല്ലല്ലോ. ആരായത്? ഞാൻ തന്നെ പറയുന്നേ. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ആദ്യം ആരാന്ന് പറ. നീ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നിന്നോടൊരു കാര്യം പറയട്ടെ, നീ ആരാണെന്നുള്ളത് നിനക്കറിയാം. നീ ഒന്നും പറയണ്ട. കേക്ക്. നീ ഒന്നും പറയണ്ട. കേട്ടാ മാത്രം മതി. ഒന്നും പറയണ്ടെന്ന് ഒരേ പറഞ്ഞില്ലേ? ഒരു പ്രാവശ്യം കേൾക്ക്, ഒരേ ഒരു പ്രാവശ്യം മാത്രം നേരെ നോക്ക്. ഒരേ ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങോട്ടേക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇന്ത്യൻ ടെന്നീസ് താരം മഹേഷ് ഭൂപതി ഒളിമ്പിക് മത്സരത്തിൽ പങ്കെടുക്കുമെന്നുള്ളതിൽ എന്തുപറ്റി? ആകെ വല്ലാണ്ടിരിക്കണല്ലോ. കാലിലുണ്ടായ പരിക്ക് കാരണം 1-2 മത്സരങ്ങളിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളെന്ന് ഒന്നുമില്ല. അറിയിച്ചിരിക്കുന്നു. ഇതിനാൽ മറ്റു കളിക്കാർ എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങാനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ വഴി പറഞ്ഞുതരാം, പക്ഷെ അതൊന്നും നീ കേൾക്കുന്ന മട്ടില്ലല്ലോ. നീ ഒന്നും പറയണ്ട, പൊയ്ക്കോ. അമ്മേ, എന്താ മോനെ, എന്തിനിങ്ങനെ ബഹളം ഉണ്ടാക്കിയത്? നിനക്ക് എന്തു പറ്റി? എന്തിനാ കണ്ണുരുട്ടി ചെവി പൊത്തിയിരിക്കുന്നേ? ദിനേശ്, പേടിക്കരുത്. ദിനേശ്, ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് റിലാക്സ്. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, ജസ്റ്റ് റിലാക്സ്.
പറയൂ ദിനേശ്, പിന്നീട് എന്തുണ്ടായി? ദിനേഷ്, മോനെ, മോനെ ദിനേഷ്, നിക്കടാ, എടാ, നിക്ക്, ദിനേഷ്. ഗുഡ് മോർണിംഗ് കുംഭകർണ. ഇന്നലെ നടന്നത് വല്ല ഓർമ്മയുണ്ടോ ഏട്ടന്? ഞങ്ങളെല്ലാം വല്ലാതെ പേടിച്ചു പോയി. ഞാനെപ്പോഴാ ഈ ഡ്രസ് ഇട്ടത്? ഞാൻ തന്നെ ഇട്ട് തന്നേ. പേടിക്കണ്ട കേട്ടോ, ഞാൻ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കണ്ണടച്ചിട്ടാ ഇട്ട് തന്നേ. ഞാൻ ഒന്നും തന്നെ കണ്ടില്ല കേട്ടോ. എന്താ മോനെ, ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളോ? അവിടെ ഇരിക്കെ കാപ്പി കൊണ്ടുവരാം. അളിയാ റെഡിയായോ? പോവാം. ശരിടാ. ആ ശബ്ദം എന്താന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇനി അത് കേട്ടാ എന്താ ചെയ്യുന്നേ? അതിനല്ലേ ഡോക്ടറെ അടുക്കലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ചോദിക്കാം. നീ ഇതുപോലെ ശബ്ദം വല്ലതും കേട്ടിട്ടുണ്ടോ? എനിക്കോ? ഓഫീസിൽ പോയാൽ ബോസിൻ്റെ ശബ്ദം, വീട്ടിൽ ചെന്നാൽ ഭാര്യയുടെ ശബ്ദം. ഇത് രണ്ടും മാറി മാറി കേൾക്കും. ചില സമയത്ത് ഭാര്യ സംസാരിക്കുമ്പോൾ ബോസ് സംസാരിക്കുന്ന പോലെ തോന്നും. അന്നേരം എൻ്റെ ശബ്ദം തന്നെ ഞാനങ്ങ് മറന്നു പോകുന്നേ. ഓവറായിട്ട് ജോലി ചെയ്താൽ മാനസിക പിരിമുറുക്കൊക്കെ ഉണ്ടാവുന്നേ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താ പ്രശ്നം നിങ്ങൾക്ക്? പറഞ്ഞാട്ടെ. തലയ്ക്കകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ഡോക്ടർ. തലയ്ക്കകത്തുനിന്നോ? ആരുടെ ശബ്ദമാ? അതറിയില്ല ഡോക്ടർ. എന്താ ചോദിച്ചേ? ജീവിക്കുന്ന എന്തിനാന്ന് ചോദിക്കുന്നേ. ജീവിക്കുന്ന എന്തിനാന്ന് ചോദിച്ചോ? അങ്ങനെ പറഞ്ഞില്ല. ടെറസിൽ നിന്ന് ചാട്, ഞാനുള്ളിടത്തേക്ക് വേഗം വാ, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. എനിക്കെന്തോ ഇത് ആലിസിനേഷനാണോ അതോ ടെമ്പററി ഇല്യൂഷനാണോ, ഇനി സീസോ എനിവൺ അറിയില്ല. എന്തായിരിക്കും ഡോക്ടർ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഈ വായന നിർത്ത്. ആദ്യം തന്നെ നോട്ടം ഒന്ന് നിർത്ത്. എപ്പോ തൊട്ടാ ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്? ഇന്നലെ രാത്രി മുതൽ. ഇന്ന് കേട്ടായിരുന്നു? ഇല്ല. ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. ശരി ഡോക്ടർ. നിങ്ങൾ അവിടെ ഇരുന്നോളൂ. ആരാ ഇയാള്? നിങ്ങളുടെ ഫ്രണ്ടാണോ? അതെ ഡോക്ടർ. ഒരുപാട് ചെലവാകും കേട്ടോ. വടപ്പോ. ഡോക്ടർ എന്താ പറഞ്ഞേ? അവൻ വ്യാജ ഡോക്ടറാണ്. നമുക്ക് വേറെ വല്ല ഡോക്ടറെ കാണാം. വാ. 400 രൂപ വെറുതെ പോവുകയും ചെയ്തു. ഒരുപാട് പൈസ ചെലവാകും തോന്നുന്നു. അതെ, ചെലവാകും. എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. നിനക്കെന്താ പറ്റിയേ? ഞാൻ പറയുന്നത് നീ എന്താ കേൾക്കാത്തത്? ദാ നോക്ക്, ഒരു വണ്ടി വരുന്ന കണ്ടില്ലേ? അതിൽ പോയി ഇടിക്കാൻ പറ, പെട്ടെന്ന് മരിച്ചോളൂ. ആ വണ്ടി പോയടാ. ഞാൻ പറയുന്നത് എന്താ നീ കേൾക്കാത്തത്? ശരി, അത് വിട്. ദേ അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നു, അതിലെങ്കിലും കൊണ്ട് ഇടിപ്പിക്കാൻ പറ, പെട്ടെന്ന് മരിക്കാന്നേ. പറഞ്ഞു തുലക്കടാ. ശരി, അത് പോട്ടെ. ദേ ഒരു ടാങ്കർ ലോറി വരുന്നു, നോക്ക് നീ. ആ വണ്ടിയുടെ നേരെ വിടാൻ പറ, ഇടിപ്പിക്കാൻ പറ, ഇടിപ്പിക്കാൻ പറടാ. എന്താടാ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത? സമയമില്ലടാ, ഇടിക്കാൻ പറ. എന്താ വണ്ടി നിർത്ത്. വണ്ടി നിർത്താനാ പറഞ്ഞേ. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, 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 വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, തിരിക്കെ, വണ്ടി തിരിക്കെ, വണ്ടി തിരിക്കാനാ പറഞ്ഞേ. വണ്ടി തിരിക്കെ, 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 ദിനേശ്, 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 ഭയപ്പെടാതിരിക്കൂ. എന്തു പറ്റി? രവി, രവിയെ ഞാനാ കൊന്നേ. രവിയെ ഞാനാ കൊന്നേ. ഒരു പ്രശ്നമില്ല, പേടിക്കാതിരിക്കൂ. റിലാക്സ്, റിലാക്സ്. യു മസ്റ്റ് റിലാക്സ്. ഓക്കെ? രവി, രവി,
ഇതാരാ? നിങ്ങളുടെ മോനാണോ? അതെ സർ, എന്റെ മോനാ. വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങിയത്? ഒരു 4 മണിയായി കാണും. ദിനേശ്, രവിക്ക് ഒന്നും പറ്റിയിട്ടില്ല. കുഴപ്പമില്ല, തൊട്ടടുത്ത വാർഡിലുണ്ട്. ദിനേശ്, ദിനേശ്, അളിയ എന്തു പറ്റി? എടാ എന്നാടാ നോക്കുന്നത്? എടാ എന്തു പറ്റിയെന്ന് പറ. തലയ്ക്കകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നില്ല. എടാ ഒന്നും കൊണ്ട് നീ പേടിക്കണ്ട. നീ എന്തിന് ഇത്ര സീരിയസ് ആകുന്നത്? ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. വണ്ടിക്കകത്തുനിന്ന് എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നില്ല. രവി എന്ന് പറയുന്ന ആള് ഇയാളേതാ? ഇവിടെ രവി എന്ന് പറയുന്ന സമയവും കാലവും നോക്കാതെ ഓരോരുത്തന്മാർ വന്നോളും മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. കാണ്, ഇവന്റെ പേരും രവീന്ന. നല്ലോണം കാണ്. എന്തു പറ്റി? ആക്സിഡന്റാ, സ്പോട്ട് ഔട്ട്. വണ്ടി നിർത്താൻ, വണ്ടി നിർത്താനാ പറഞ്ഞേ. വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ, 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 വണ്ടി നിർത്താൻ, നിർത്താൻ, തിരികെ, 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 തിരികെ. നിനക്ക് വരേണ്ട ആപത്താണ് ആ രവിക്ക് ചെന്ന് അവസാനിച്ചെന്ന ജോത്സ്യൻ എന്നോട് പറഞ്ഞത്. ദിനേശിന്റെ തലച്ചോറില് ചെറിയൊരു ദശ പോലെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തെല്ലാം ശരിയാവും. ദിനേശ്, ആരെന്തൊക്കെ പറഞ്ഞാലും ഈ അവസ്ഥയിൽ തലച്ചോറിനകത്ത് ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കരുത്. ഒരു ഓപ്പറേഷനും അങ്ങനെ സക്സസ് ആയിട്ട് നടന്നിട്ടില്ല. നമുക്ക് വേറെ ഡോക്ടറെ കാണാം. ഞാൻ വന്നതിന് ശേഷം ഏട്ടൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. ഞാൻ കാരണമല്ല. ഡോക്ടർ 1 മാസത്തിനുള്ള ഗുളിക മരുന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ആദ്യം അതൊക്കെ എടുത്ത് വലിച്ചെറിയും. ഞാൻ പറഞ്ഞതല്ലേ ദിനേശിനെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാന്ന്. ദിനേശിനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ അവന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ആവട്ടെ, എല്ലാം എടുത്തോ. വരൂ. എത്ര നാളായി? ഒരാഴ്ചയായി. ദിനേശ്, ആർ യു ഓക്കേ? എനിക്ക് രവിയുടെ വീട്ടിൽ പോകണം. അല്ല, അവിടേക്ക് ഏട്ടൻ ഇപ്പൊ പോയാ അത് ശരിയാവില്ല. ഞാനാ രവിയെ കൊന്നത്. ഡോണ്ട് ബി സില്ലി. ചുമ്മാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. അത് വെറും ആക്സിഡന്റ് ആണ്. ദാറ്റ്സ് ഓൾ. ടേക്ക് ഇറ്റ് ഈസി. ആരോ എന്റെ മോന് കൂടോത്രം ചെയ്തിരിക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോകണം. അവന്റെ അസുഖം ഭേദമാകും. അവിടെ ചെന്നിട്ട് ഞാൻ അവനെ കൊന്നൊന്നും വിളിച്ച് പറഞ്ഞേക്കല്ലേ, കേട്ടല്ലോ? ശരി സാറേ, മോനെ ഒരു കണ്ണ് വേണം. മോളെ, എന്തിനിങ്ങോട്ട് വന്നത്? ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ചത്തോന്നറിയാൻ വേണ്ടി വന്നതാ? ഇവനെ എന്തിനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? എന്റെ ഭർത്താവിനെ കൊന്നവനാ ഇവൻ. ഐ ആം സോറി. പറ, എന്തിനിങ്ങോട്ട് വന്നത്? ഞങ്ങളെ കൂടി ചേർത്തങ്ങ് കൊന്നുകൂടായിരുന്നോ? മോളെ പ്ലീസ്, സംഭവിച്ചത് ഒരു ആക്സിഡന്റ്. എനിക്കറിയാം. എന്റെ ഭർത്താവിനെ കൊന്ന ഭ്രാന്തനാണിവൻ. എടാ, നിനക്ക് ചാകണമായിരുന്നെങ്കിൽ വിഷം കുടിച്ച് ചത്തുകൂടായിരുന്നോ? അല്ലെ തൂങ്ങി ചത്തുകൂടായിരുന്നോ? എന്തിനാണ് എന്റെ ഭർത്താവിനെ കൊന്നത്? അവൻ നിന്റെ ഫ്രണ്ട് ആണെന്നല്ലാതെ മറ്റെന്ത് പാവമാണ് ചെയ്തത്? ഇവളുടെ മുഖം കണ്ടോ? ഈ പ്രായത്തിൽ തന്നെ അച്ഛനില്ലാതെ ജീവിക്കണം അവള്. അല്പം പോലും മനസാക്ഷി ഇല്ലാതെ കുറ്റബോധം ഇല്ലാതെ എന്റെ വീട്ടു പഠിക്കാൻ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ?
കരയാതെ മോളെ, ക്ഷമിക്ക്. ആ കുഞ്ഞിനെങ്കിലാ. ഞാൻ കാരണം എത്ര പേർക്കാ പ്രശ്നങ്ങൾ? ലുക്ക് ദിനേശ്, രവിയുടെ ഫാമിലിക്ക് ഫിനാൻഷ്യലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് കമ്പനി പറഞ്ഞിട്ട് കൊടുപ്പിക്കാം. പെട്ടെന്നായിരുന്നു വണ്ടിക്കകത്ത് ശബ്ദം കേട്ടത്. പാവൻ രവി, എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതവൻ. എന്നിട്ട് ഞാൻ അവനെ കൊന്നില്ലേ? തലക്ക് സുഖമില്ലാത്തവനെ പോലെ. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ക്ഷമിക്ക്. അന്ന് ആ ശബ്ദം കേട്ടില്ലായിരുന്നെങ്കിൽ ഈ ആക്സിഡന്റ് നടക്കുമായിരുന്നോ? പറയൂ, നടക്കുമായിരുന്നോ? അപ്പോ നീയല്ല കാരണക്കാരൻ, വേറെ എന്തോ ഉണ്ട്. ആദ്യം അതാണ് കണ്ടുപിടിക്കേണ്ടത്. നീ നിന്റെ ഹെൽത്ത് നോക്ക്. ഇപ്പൊ വീണ്ടും ആ ശബ്ദം കേൾക്കുന്ന പോലെയുണ്ട്. ഞാനെന്നാ വണ്ടി സൈഡ് ഒതുക്കട്ടെ, വേണ്ടേ? ആക്സിഡന്റ് ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെ ശബ്ദം കേൾക്കുന്നോ? എടാ ദിനേശ്, നിന്നെ കൂടെ ഇരുത്തിക്കൊണ്ട് കാർ ഓടിക്കുന്നത് എനിക്ക് റിസ്ക്കാണ്. നമുക്ക് നടന്നു പോയാലെന്താ? അല്ലെങ്കിൽ വല്ല ഓട്ടോയും പിടിച്ച് നമുക്ക് പോകാൻ നോക്കാം. ദിനേശ്, നിൻ രൂപം മാറുമോ? നിന്റെ ചുടുചോര ചതിയാലെ വീണമന്നു നീ മറക്കുമോ? നേരം നീങ്ങിടും, നിൻ താപം വീങ്ങിടും. വിധിയാലെ വന്നു ചതിയോടെ ചെയ്ത ദ്രോഹം മറയുമോ? പൂർവജന്മത്തിൽ ജയലക്ഷ്മി നിന്നെയും കൊന്നോ? നിന്റെ ഈ ജന്മം നീ അവളെ കൊന്നിടാമോ? നിൻ കൈകളാലെ പോകും ജീവൻ, അത് ചെന്ന് ചേരുന്നു നരകം. അവൾ ഇന്ന് കാട്ടും സ്നേഹം കപടമതിനവളെ കൊല്ലുമോ നീ? കൊല്ലുക നീ, കൊല്ലുക നീ, കൊല്ലുക നീ അവളെ, കൊല്ലുക നീ. ദിനേശ്, വാട്ട്സ് റോങ് വിത്ത് യു? നീ എന്താ ഇഷ്ടത്തിന് ബസ്സിൽ കയറി പോയത്? ഞാൻ പറഞ്ഞതിൽ നിനക്ക് മൂഡ് ഔട്ടായോ? ജയലക്ഷ്മി ടീച്ചർ. ആരായി ജയലക്ഷ്മി? എന്താ, ജയലക്ഷ്മിയെ കാണണോ? വാ പോവാ. നിന്റെ നെഞ്ചിനകത്തെ മുറിവിൽ ദേശം അവളിൽ കൊഴുത്തുവിട്. ചോരയോറ്റി എറിഞ്ഞ കണലിൽ അവളെ ഉടനെ ഉരുക്കിവിട്. ജീവിതം ഇന്നതിസാരമോടെ കടലിനലപോൾ അലറിടവേ സ്നേഹമോടെ മയക്കി എടുത്ത്
കൊടുത്ത് കഥയിൽ അവളെ കുരുതിക്കൊട്. അഴകായി ചിരിച്ചാൽ നീ മയങ്ങിടേണ്ട, അവളെ കൊല്ലാൻ നീ മടിച്ചിടേണ്ട. കൊല്ലുക നീ, കൊല്ലുക നീ, കൊല്ലുക നീ, അവളെ കൊല്ലുക നീ. ജയലക്ഷ്മി ജയലക്ഷ്മി അകത്തുണ്ട്, പോയിട്ട് വാ. വിജയലക്ഷ്മി ആണെങ്കിലും എല്ലാ പെണ്ണും ഒന്നു തന്നെയല്ലോ. തനിക്ക് കാര്യം അങ്ങോട്ട് നോക്ക് മോളെ. ദിനേശേ, എന്തിനാ അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അവന്റെ അമ്മയാണ്. ഇവനെന്തിനാ ഇവിടെ ഞങ്ങളുടെ പിള്ളേരുടെ അതെ, അവന് സുഖമില്ലാത്ത ചെറുക്കനാണ്. ഞങ്ങളുടെ ചെറുക്കന്റെ ജീവനോടെ പോകാൻ പറ്റില്ല. അവന് സുഖമില്ലാത്തോണ്ട് ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് വന്നതാ ഞങ്ങള്. എടുത്തു കൊടുക്കും മോളെ. അവനെ എന്റെ കൂടെ നീ കാരണം ഞങ്ങൾക്ക് ആകെ നാണക്കേട്. അയ്യടാ, നീ ഇങ്ങനെ കിടന്ന് വെള്ളം വെക്കുന്നു ഞാൻ വിചാരിച്ചു. 1000 രൂപ കിട്ടി. എന്തു പറ്റി? ഇങ്ങോട്ട് നോക്കി. എന്താ പറ്റിയേ? എന്താണെന്ന് പറ. എനിക്കൊക്കെ പേടിയാവുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ഇനി ഞാൻ ജീവനോട് ഇരിക്കുന്നു പോലും അറിയില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ ഇട്ടിട്ട് പോവില്ലോ നീ? ഇങ്ങനൊന്നും പറയല്ല. ഏട്ടനൊന്നുമില്ല. ഇവിടുന്ന് ഞാൻ എങ്ങും പോവില്ല. നിക്ക, ഞാൻ ഗുളിക എടുത്തോണ്ട് വരാം.
അന്നാണ് നിങ്ങൾ അവസാനമായിട്ട് ആ രൂപത്തെ കണ്ടതല്ലേ? അതെ ഡോക്ടർ. ശരി ദിനേശ്, ഇപ്പം ഞാൻ നിങ്ങളെ നിങ്ങളുടെ 27 വയസ്സ് തൊട്ട് പതുക്കെ പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പം നിങ്ങൾക്ക് 27 വയസ്സ്, 26, 25, 24, 23, 20, 10. ഇന്ന് നിങ്ങൾക്ക് 10 വയസ്സാണ്. 10ാമത്തെ പിറന്നാൾ. ഓർമ്മയുണ്ടോ ദിനേശ്? ഓർക്കുന്നുണ്ട്. അമ്മ എന്നെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ടായിരുന്നു. അവളിപ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അവളുടെ പേരെന്താ? ജയലക്ഷ്മി അങ്ങനെ മറ്റോ ആണോ? അല്ല ഡോക്ടർ, അവളുടെ പേര് നിത്യ എന്നാ. ദാറ്റ്സ് ഗുഡ്. ഈ 10 വയസ്സിൽ നിന്ന് വീണ്ടും ഒരു 10 വർഷം പുറകിലോട്ട് പോകാം. ഇപ്പം നിങ്ങൾ എവിടെയാണ്? എൻ്റെ അമ്മയുടെ വയറ്റില്. അവിടെ എന്താ ചെയ്യുന്നത്? അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ എന്നെ വേണ്ടെന്ന് പറയുന്നു. അബോർഷൻ ചെയ്യാൻ അച്ഛൻ നിർബന്ധിക്കുകയാണ്. അമ്മ അതിന് സമ്മതിക്കുന്നില്ല. ഓക്കെ, ഇപ്പോ വീണ്ടും ഒരു 10 വർഷം കൂടി പുറകിലോട്ട് പോകാം. ഇപ്പൊ നിങ്ങൾ എവിടെയുള്ളത്? എനിക്കറിയില്ല. ഞാൻ ജനിച്ചിട്ടേയില്ല. ഒന്നുകൂടെ ആലോചിക്കൂ. വീണ്ടും ഒരു 10 വർഷം കൂടി പുറകിലോട്ട് പോകൂ. ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? ശ്രമിച്ചു നോക്കൂ. ലിറ്റിൽ മോർ. ഞാൻ ഇപ്പോ തഞ്ചാവൂരിലാണ്. തഞ്ചാവൂരിൽ എവിടെ? കാവേരി. കാവേരി ആറിന്റെ തീരത്ത്. നിങ്ങളുടെ പേരെന്താ? ശർമ്മ. പറയൂ ശർമ്മ, അവിടെ എന്താ നടക്കുന്നത്? മരണവേദനയിൽ കിടക്കുകയാണ്. ജീവൻ എന്നെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ മരിക്കും. ശ്വാസം നിലയ്ക്കുന്ന പോലുണ്ട്. ശരീരം ആസകലം വേദന. ഇപ്പം മരണപ്പെടും. സാർ, MD സാറിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഒരുപാട് നേരം ട്രൈ. പിന്നെ സംസാരിക്കാം. ഓക്കെ ദിനേശ്, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ. ഇത് മതി. ഇപ്പോ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഇന്ന് വരെ ഉണ്ടായ സംഭവങ്ങൾ മനസ്സുകൊണ്ട് കണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ കയ്യിൽ സ്പർശിച്ച് റിലാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ഞാനിപ്പോ 1, 2, 3 എണ്ണാൻ പോവുകയാണ്. നിങ്ങൾ പതുക്കെ കണ്ണു തുറക്കണം. ഓക്കെ ദിനേശ്? 1, 2, 3. And now wake up. വരൂ ദിനേശ്, ലെറ്റ്സ് ഗോ. ദിനേശിന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. അതിന് കുറച്ച് സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമുണ്ട്. എന്തായാലും നാളെ കാലത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്ന് രാത്രിയിൽ ഈ മരുന്ന് കഴിച്ചാൽ മതി. പിന്നെ ദിനേശ്, ഇന്ന് രാത്രിയിൽ നിങ്ങൾ തനിച്ചെവിടെയും പോരുത്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകാനുണ്ട്. നമുക്ക് നാളെ കാണാം. ഓൾ റൈറ്റ്? ദിനേശ്, നിനക്ക് വീട്ടിൽ നിന്ന് ഫോണുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. എന്താന്ന് നോക്ക്. പെങ്ങളെ, ദിനേശ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ സാർ. വന്ന ഉടനെ കുളിക്കാൻ കയറി. ട്രീറ്റ്മെന്റിനെ കുറിച്ച് അവനോടൊന്നും ചോദിക്കണ്ട. ചോദിക്കില്ല സാറേ. ഞാൻ വന്നിട്ട് നിങ്ങളോട് വിശദമായിട്ട് സംസാരിക്കാം. അങ്ങനെ ആവട്ടെ സാറേ. എന്നാ വെക്കട്ടെ. അത് പിന്നെ പറയൂ സാർ. ഈ ടാബ്ലറ്റ്സ് എല്ലാം എന്തിനുള്ളതാ? മെന്റൽ ഡിസോർഡർ, ഡിപ്രഷൻ പോലുള്ള വട്ടുകേസുകൾ കൊടുക്കുന്ന സാറേ. ഓ
അകത്തേക്ക് വാ അങ്കിൾ. പകലാണെങ്കിലും കഥമൊക്കെ അല്ല, അടച്ചിടണ്ടേ? കഥക് അടഞ്ഞു തന്നെയാണല്ലോ കിടന്നിരുന്നേ. ആണോ? കുറച്ച് വെള്ളം. ആ ശരി അങ്കിളെ. ദിനേശ് എവിടെ? കുളിച്ചോണ്ടിരിക്ക, ഞാൻ വരാൻ പറയാം. സാറെത്തിയല്ലേ? എന്തൊക്കെയുണ്ട്? ഡോക്ടർ എന്താണ് പറഞ്ഞത്? ടാബ്ലറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുകയാണ്, റെഗുലറായി കഴിക്കാൻ വേണ്ടി. ശരി. ഇനി ഒറ്റയ്ക്ക് അവനെ പുറത്ത് വിടാൻ പാടില്ലെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് താങ്ക് യു, അതായത് ഡോക്ടർ എന്നോട് പറഞ്ഞത് റെസ്റ്റ് വേണമെന്നാണ്. ഇൻഫാക്ട് അവൻ ഓഫീസിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹം അവിടെ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ ആളെ കാണുന്നില്ലെന്നോ? കാലം മാറിയാൽ നിൻ രൂപം മാറുമോ? നിന്റെ ചുടുചോര ചതിയാലെ വീണമന്നു നീ മറക്കുമോ? നേരം നീങ്ങിടും, നിൻ താപം വീങ്ങിടും. വിധിയാലെ വന്നു ചതിയോടെ ചെയ്ത ദ്രോഹം മറയുമോ? പൂർവജന്മത്തിൽ ജയലക്ഷ്മി നിന്നെയും കൊന്നോ? നിന്റെ ഈ ജന്മം നീ അവളെ കൊന്നിടാമോ? എക്സ്ക്യൂസ് മീ, ടിക്കറ്റ് ഒന്ന് കാണിച്ചേ. ഈ ട്രെയിൻ എവിടേക്കാ പോകുന്നത്? എന്താ ഇത്? തഞ്ചാവൂർക്കുള്ളതാ. തഞ്ചാവൂരിലേക്കോ? ചപ്പാത്തി ചപ്പാത്തി പൂരി പൂരി മസാല ചപ്പാത്തി ചപ്പാത്തി ഇഡ്ഡലി സാമ്പാർ ചപ്പാത്തി ചപ്പാത്തി പൂരി പൂരി മസാല പൂരി മസാല. ചേച്ചി, എന്തോ? ഇതേതാ സ്ഥലം? തഞ്ചാവൂരാ മോനെ. ചപ്പാത്തി 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 പൂരി 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 മസാല പൂരി മസാല ചപ്പാത്തി ചപ്പാത്തി. സാറേ എങ്ങോട്ടാ പോണ്ടത്? വന്നാട്ടെ സാറേ, നമ്മുടെ ഹോട്ടലിൽ പോകുന്നു. എന്താ സാറേ, ലഗേജ് ഇല്ലേ? ഒന്നുമില്ല, വന്നാട്ടെ. ഇവിടെയുള്ള പറഞ്ഞോ സാറേ. ശർമ്മ, ജയലക്ഷ്മി, ഗോപാലൻ, നടരാജൻ, അങ്ങനെ ആരെങ്കിലും അറിയാമോ? കണ്ടിട്ട് നല്ല പഠിപ്പുണ്ടല്ലോ സാറേ. ഇങ്ങനെ പേര് പറഞ്ഞാൽ എങ്ങനെയാ സാർ അറിയുക? സാറിൻ്റെ അഡ്രസ് ഒന്നുമില്ലേ? കാവേരിപ്പുഴയുടെ തീരത്താണ്. ആ പുഴയുടെ തീരത്താണോ? അവിടെ 4 മുക്കും ചേർന്ന സ്ഥലമാണ് സാറേ. നമ്മക്ക് കണ്ടുപിടിക്കാന്നേ സാറേ. ഇതാണ് കേട്ടാ ആ പുഴ. ചേട്ടാ, ഇതിന്റെ അടുത്ത് പഴയ സ്കൂളുകളുണ്ടോ? സ്കൂളാ? നമുക്ക് നോക്കാന്നേ. സാറേ, ഇവിടെ ജയലക്ഷ്മി ടീച്ചർ, നടരാജൻ, ഗോപാലൻ, അങ്ങനെ ആരെങ്കിലും സാറിന് അറിയാമോ? അങ്ങനെ ആരെയും അറിയില്ല. സാറേ ഈ സ്കൂൾ തപ്പി നടക്കുന്നതിനെക്കാട്ടും നല്ലത് തൊട്ടടുത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെ ചെന്ന് ചോദിച്ചാലോ? വാ സാറേ. വന്നട്ടെ സാറേ, നമുക്ക് ചോദിക്കുന്ന വാ. സാറേ നമസ്കാരം. ഈ സാർ കുറച്ച് ദൂരം നിന്ന് വരികയാണേ. കയ്യിലുണ്ടായിരുന്ന അഡ്രസ്സ് പോയി. ഏതോ ജയലക്ഷ്മി അന്വേഷിച്ച ഇവിടെ അടുത്തുള്ള പുഴയുടെ ഭാഗത്താണെന്നാണ് പറഞ്ഞത്. ഒന്ന് പോടോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിനക്കൊന്നും വേറെ പണിയില്ലേ? പോസ്റ്റ് ഓഫീസിലുള്ളവർക്ക് അഡ്രസ്സ് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അല്ല മാഷേ, ഇവിടെ ഈ ജയലക്ഷ്മി, ശർമ്മ, ഗോപാലൻ, അങ്ങനെ ആരെങ്കിലും അറിയാവോ? നിങ്ങളാരാ? അവരേക്ക് എന്തിനാ അന്വേഷിക്കുന്നേ? എനിക്ക് അവരെ ഒന്ന് കാണണം. അതിനവരൊക്കെ മരിച്ചുപോയല്ലോ. മരിച്ചുപോയെന്നോ? അതെങ്ങനെ? എനിക്കതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. AK ഹരികേശ് എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടും. സാറിന് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എന്നോടൊന്ന് പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയതാ. നിങ്ങൾ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. സാറേ, എനിക്ക് ഹരികേശിന്റെ വീട് എനിക്കറിയാം. സാറ് വാ സാറേ. എന്റെ സാറേ വാന്ന് പോകാം. ഇനിയും എത്ര പേരെ കുരുതി കൊടുക്കാൻ കാത്തിരിക്കുകയാണാവോ ആ ഭോഗിനി.
വാ സാറേ. വരൂ ശർമ്മേ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചേട്ടാ, എൻ്റെ പേര് ദിനേശ് എന്നാ. എന്നെന്തിനാ ശർമ്മയെന്ന് വിളിക്കുന്നത്? അതിനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. വന്നാട്ടെ സാറേ. സാറേ പോസ്റ്റ് പോകാൻ പറഞ്ഞിട്ട് വരികയാണ് കേട്ടാ. എന്താ വേണ്ടത്? ജയലക്ഷ്മി ടീച്ചർ, ശർമ്മ, നടരാജൻ, ഗോപാലൻ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയണം. അവരെല്ലാം മരിച്ചുപോയല്ലോ. നിങ്ങളാരാ? എന്തിനാ അവരെ അന്വേഷിച്ചു വന്നത്? നിങ്ങൾ അവരുടെ ആരാ? എനിക്ക് അവരെക്കുറിച്ച് അറിയണം സാർ, അതിനാ വന്നേ. ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല. നിക്ക്, ഞാനിപ്പോൾ വരാം. ഇരിക്കാൻ പറഞ്ഞില്ലേ? ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. തലവേദന പിടിച്ച കേസായത്. ഞാൻ റിട്ടയർഡ് ചെയ്യുന്നത് വരെ ഈ കേസ് അവസാനിപ്പിക്കാനേ പറ്റിയില്ല. ബ്രഹ്മചാരിയായി ജീവിച്ച ശർമ്മയും അനാഥനായ ബാലൻ ഗോപാലനെയും കാവേരിയാറിന്റെ തീരത്ത് വെച്ച് ജയലക്ഷ്മി ക്രൂരമായി കൊന്നുകളഞ്ഞു. ഇതാണ് ജയലക്ഷ്മിയും ശർമ്മയും. ജയലക്ഷ്മി സാറേ, സാറേ എന്തിട്ടാ പറ്റിയേ? വെള്ളം വേണം. ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ശർമ്മയെ ഇവിടെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കുകയായിരുന്നു. എല്ലാവരോടും നല്ല സ്നേഹവും സൽസ്വഭാവിയുമായിരുന്നു. സ്കൂളിലെ ഹെഡ് മാസ്റ്ററും അദ്ദേഹമായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. തനിച്ചായിരുന്നെങ്കിലും നല്ലൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ഗോപാലൻ എന്ന ഒരു അനാഥ ബാലനെ ദത്തെടുത്ത് വളരെ സ്നേഹത്തോടെ വളർത്തി. അങ്ങനെയിരിക്കെ ഈ നാട്ടിൽ ജോലി അന്വേഷിച്ച് ജയലക്ഷ്മിയും അവളുടെ അച്ഛനും വന്നു. വളരെ ബുദ്ധിമുട്ടിലാണ്. എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ശർമ്മയോട് അപേക്ഷിച്ചു. ശർമ്മ ജയലക്ഷ്മിയോട് സ്കൂളിൽ വന്ന് കാണാൻ പറഞ്ഞു. പാവം ശർമ്മ. ജയലക്ഷ്മിയാണ് തന്നെ കൊല്ലാൻ പോകുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവളോട് ദയ കാണിക്കില്ലായിരുന്നു. BA മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യായിരുന്നല്ലോ. അല്ല, അച്ഛനറിയാവുന്ന നാടായോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നത്. മുൻപരിചയമൊന്നുമില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ശർമ്മ ജയലക്ഷ്മിക്ക് ജോലി കൊടുത്തു. ജയലക്ഷ്മി ഗോപാലനുമായി ഇടപഴകുന്നത് കണ്ട് അവൾ ഗോപാലന് നല്ലൊരു അമ്മയാകുമെന്ന് കരുതി അവളെ കല്യാണം കഴിക്കാൻ ശർമ്മ തീരുമാനിച്ചു. 2 പേർക്കും 20 വയസ്സിൻ്റെ വ്യത്യാസം. ജയലക്ഷ്മിയെ നിയമപ്രകാരം കല്യാണം കഴിച്ച് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കല്യാണത്തിന് ശേഷം ജയലക്ഷ്മിയെ ശർമ്മയ്ക്ക് ജീവനായിരുന്നു. ജയലക്ഷ്മി ഗോപാലന് നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അതേ സ്കൂളിൽ നടരാജൻ എന്ന് പേരുള്ള ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ വന്നു. അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ശർമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. വന്ന അന്ന് മുതൽ ജയലക്ഷ്മിയെ നടരാജൻ നോട്ടമിട്ടിരുന്നു. ജയലക്ഷ്മിയുമായി അടുത്തിടപഴകുന്നത് ശർമ്മയുടെ ശ്രദ്ധയിലും പെട്ടു. ഈ വിഷയം സ്കൂളിലുള്ളവരും സ്കൂളിൽ നിന്നും നാട്ടിലേക്കും പരതി.
നാട് മുഴുവൻ അവരെക്കുറിച്ചായിരുന്നു സംസാരം. ഈ വയസ്സുകാലത്ത് ഇങ്ങനെയൊരു പെണ്ണിനെ ആവശ്യമായിരുന്നോ നിനക്ക് എന്ന് ചോദിച്ചു. ശർമ്മയ്ക്ക് തെറ്റ് ചെയ്തോ എന്ന കുറ്റബോധം മനസ്സിലുദിച്ചു. സ്വന്തം ഭാര്യയെ സംശയദൃഷ്ടിയിൽ കണ്ടാൽ ജീവിതകാലം മുഴുവൻ വേദനിക്കേണ്ടി വരും. പുരുഷന്മാർക്ക് മാത്രമേ ആ വേദന എന്തെന്നറിയൂ. കുറേ നാളുകൾക്ക് ശേഷം ജയലക്ഷ്മി ഗർഭിണിയായി. ശർമ്മ അത് തൻ്റെ കുഞ്ഞാണെന്ന് കരുതി. ജയലക്ഷ്മി നല്ലൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. കുഞ്ഞ് വളരും തോറും അതിന് നടരാജൻ്റെ മുഖച്ഛായയാണെന്ന് നാട് മുഴുവൻ പറഞ്ഞു തുടങ്ങി. അവർ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ കയ്യിലുള്ള മറുകും നടരാജൻ്റെ കയ്യിലുള്ള മറുകും ഒരേ കൈത്തണ്ടയിൽ ഒരേപോലെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലുണ്ടായിട്ടും ശർമ്മ ആ കുഞ്ഞിനെ ലാളിച്ച് ചേർത്ത് പിടിച്ച് നല്ലൊരച്ഛനായിട്ടാണ് ജീവിച്ചത്. പിന്നെയും ശല്യമായപ്പോൾ ശർമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ശർമ്മ പ്രതീക്ഷിക്കാതെ അത് സംഭവിക്കുകയായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിനെ കാവേരിയുടെ തീരത്ത് മറവു ചെയ്തു. എന്നെ വിട്ട് പോയിതോ എന്നെ വിട്ട് പോയിതോ ശർമ്മയോടുള്ള ദേഷ്യത്തിൽ നടരാജന്റെ കൂടെ ജയലക്ഷ്മി ഒളിച്ചോടിപ്പോയി. ശർമ്മയും ഗോപാലനും പഴയതുപോലെ ജീവിതം ആരംഭിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞ് പൗർണമിയുടെ അന്ന് ശർമ്മയും ഗോപാലനും കാവേരി ആറിൻ്റെ തീരത്ത് മരണപ്പെട്ട് കിടക്കുന്നതാണ് പിന്നീട് കണ്ടത്. ശർമ്മയുടെ ആത്മാവ് ഇപ്പോഴും ആ വീടിന് ചുറ്റിപ്പറ്റി നടക്കുകയാണെന്ന് നാട്ടുകാർ പറയുകയാണ്. ആ വീട് എവിടെയുള്ള? ഇവിടുന്ന് പോയി ആ മുക്കി ചെന്ന് തിരിഞ്ഞ കിഴക്കോട്ട് ദർശനമുള്ള 2ാമത്തെ വീട്. സാറിപ്പോ എന്താ ചെയ്യാൻ പോണേ? എനിക്ക് അവിടെ പോണം. വേണ്ട സാറേ, നമുക്ക് ഈ പരിപാടി വേണ്ട കേട്ടാ. പകലിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കൂട്ടിക്കൊണ്ട് പോ. സാറേ 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 അങ്ങോട്ട് പോണ്ട സാറേ. സാറേ പറയുന്നൊന്ന് കേക്ക്, അങ്ങോട്ട് പോണ്ട.
അങ്ങയെ വിട്ടു പോയത് എന്റെ തെറ്റ് തന്നെയാ. എന്നോട് ക്ഷമിക്കണം. ഇതൊക്കെ ക്ഷമിക്കാൻ ഞാനാരാ? നിനക്ക് വേണ്ടപ്പെട്ടവരാരും ഇവിടെ ഇല്ലല്ലോ. എന്നോട് ക്ഷമിക്കണം. കുഞ്ഞു മരിച്ച വിഷമത്തില് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തെറ്റുപറ്റിപ്പോയി. ഈ ശരീരം അങ്ങയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നോട് ക്ഷമിക്കുന്നതും അല്ലെ എന്നെ ശിക്ഷിക്കുന്നതും എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ കരയരുത്. ഞാനുണ്ട് നിനക്ക്. നീ കരയില്ല ജയലക്ഷ്മി. വിശ്വസിക്കരുത്. അവളുടെ കണ്ണീര് കണ്ട് അവള് നല്ലവളാന്ന് വിചാരിക്കരുത്. വഞ്ചകയാ, ചതിക്കുന്നവളാ അവള്. അവളെ കൊന്നേക്ക്. ജയലക്ഷ്മി കൊല്ല്, ഉടനെ തന്നെ കൊല്ല്. ഇല്ല ഇല്ല, ഞാൻ ചെയ്യില്ല. ഞാൻ കൊല്ലില്ല, ഞാൻ കൊല്ലില്ല. നിനക്ക് ഭക്ഷണത്തിൽ വിഷം കലക്കി തന്നവളാ അവള്. നിനക്ക് ഓർമ്മയില്ലല്ലേ? ഗോപാല, കളിച്ചത് മതി, കഴിക്കാം. വരാച്ചാ. അവന് ഞാൻ കൊടുത്തോളാം. ആദ്യം അങ്ങ് കഴിച്ചാട്ടെ. ഗോപാല, ഇങ്ങ് വാ മോനെ, നമുക്ക് കഴിക്കാം. വരുന്നു ടീച്ചർ. പൗർണമി നിലാവത്ത് സ്വന്തം ഭാര്യയുടെ കൈകൊണ്ട് ഉരുളച്ചോറ് കഴിക്കാൻ എന്നെ പോലെ ആർക്കാ ഭാഗ്യമുള്ളത്? എന്താ ഇത്? കൊച്ചുകുട്ടിയെ പോലെ. എന്നോട് ക്ഷമിക്ക് ജയലക്ഷ്മി. നമ്മുടെ കുഞ്ഞിനെ ഞാൻ അറിയാതെയാണ് താഴെയിട്ടത്. വിടന്നേ. കഴിഞ്ഞതിനെ പറ്റി ഇനി ആലോചിക്കണ്ട. അങ്ങേ എനിക്ക് തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യം. കഴിക്കുന്നേ. സന്തോഷം കൊണ്ട് ചോറ് തൊണ്ടക്കുഴി നിറങ്ങുന്നില്ല. അങ്ങ് ഇത്രത്തോളം സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. ജയലക്ഷ്മി, ഇതുപോലെ തന്നെയല്ലേ എന്റെ കുഞ്ഞിനും വേദനിച്ചിട്ടുണ്ടാവാ? വേണ്ട ഗോപാല, ഗോപാല പൊയ്ക്കോ. ഗോപാല, എവിടേക്കെങ്കിലും പൊയ്ക്കോ. നീ എവിടേക്കെങ്കിലും ഓടി പൊയ്ക്കോ. ഗോപാല, വേണ്ട മോനെ, വേണ്ട, പൊയ്ക്കോ. വിശക്കുന്നുണ്ട്. ഞാനൊരു സ്വപ്നം കണ്ട ഐശ്വര്യ. 1 സെക്കൻഡ്. ഓക്കെ സാർ. ഹലോ. ഹലോ ഭായ്. എന്തുട്ടാടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ഭായ്. എനിക്കൊരു ചെറിയ സഹായം വേണമായിരുന്നു. ഇപ്പൊ സംസാരിക്കാലല്ലേ? എന്തുട്ടാന്ന് പറ. ഏകദേശം ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് കാവേരി നദിക്കരയില് ശർമ്മ, ഗോപാൽ എന്ന പേരുള്ള 2 പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോന്ന് ഒന്ന് അന്വേഷിച്ച് പറയാൻ പറ്റുമോ? നിന്റെ പേര് ജയലക്ഷ്മി. ആ ശർമ്മയുടെ വൈഫ്. ആ ശർമ്മയാണ് ഇതിനെല്ലാം കാരണം. ആ ശർമ്മയാണ് നിന്റെ കുഞ്ഞിനെ കൊന്നേ. അത് ശർമ്മയുടെ കുട്ടിയല്ല. സ്വപ്നത്തിലെല്ലാം ഞാൻ കണ്ടു. നീ ശർമ്മയ്ക്ക് വിഷം കൊടുത്ത് അടിച്ചു കൊല്ലുന്നത് കണ്ടു. ശർമ്മ നിന്നോട് പകരം വിട്ടാൻ നടക്കുക. യു ആർ നോട്ട് സേഫ് ഹിയർ. യു ആർ നോട്ട് സേഫ് ഹിയർ. ഇത് സ്വപ്നമായിട്ട് കാണണ്ട. ശർമ്മ എന്റെ ശരീരത്തിൽ കടന്നുകൂടി നിന്നെ കൊല്ലാൻ നോക്കുകയാണ്. നീ ഇവിടുന്ന് രക്ഷപ്പെട്. ഇവിടുന്ന് പോവാനാ പറഞ്ഞു. നീ സുരക്ഷിതയാണ്. ഇവിടെ നോക്ക്, എനിക്കൊന്നുമില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നില്ല. നീ എവിടേക്കെങ്കിലും പോ. ആപത്താണ്. പ്ലീസ്. ഞാൻ ഏട്ടന് വേണ്ടി ജനിച്ചവളാ. ഞാൻ എങ്ങോട്ട് പോവാനാ ഏട്ടനെ വിട്ട്? നിക്ക്, ഞാൻ കഴിക്കാനെടുക്കാം. അങ്ങ് ഇത്രത്തോളം സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. കഴിക്കേ. വേണ്ട, കഴിക്കേ. വേണ്ട. കുറച്ച് കഴിക്കേ. എനിക്ക് വേണ്ട. കുറച്ചെങ്കിലും കഴിക്കേ. എനിക്ക് വേണ്ട. വേണ്ട എനിക്ക്.
എടാ ഷൺമുഖം, പറയൂ ഭായ്. നീ പറഞ്ഞതുപോലെ 64 വർഷത്തിന് മുമ്പേ കാവേരി ആറിന്റെ തീരത്ത് 2 കൊലപാതകം നടന്നിട്ടുണ്ട്. അതിലെ ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ വളർത്തുമകനായ ഗോപാലൻ എന്ന കുട്ടിയുമാണ് മരിച്ചത്. ഈ കൊലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ ജയലക്ഷ്മിയും അവളുടെ കാമുകനായ നടരാജനും ഒളിവിൽ പോയിരിക്കുകയാണ്. ഇത്രയും കാലം, ഇത്രയും നാള് നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ദിനേശ്, എന്ത്? ഇങ്ങോട്ട് വരൂ. അത് പിന്നെ നിങ്ങളുടെ സ്വന്തം നാട് തഞ്ചാവൂരാണോ? അല്ല ഡോക്ടർ. അവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും ഇല്ലല്ലോ. ഐ സി. ദിനേശ് എപ്പോഴെങ്കിലും തഞ്ചാവൂർക്ക് പോയിട്ടുണ്ടോ? അവിടെ ആരെങ്കിലും അയാൾക്ക് പരിചയമുണ്ടോ? അവൻ ഇവിടെ തന്നെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. എന്റെ ഓർമ്മയിൽ അവൻ തഞ്ചാവൂരിലേക്കൊന്നും പോയിട്ടില്ല. ഉറക്കഗുളിയുണ്ടോ ഇവിടെ? ഡോക്ടർ തന്ന ചീട്ടുണ്ടോ? അല്ല, ഞാൻ ഈ ആശുപത്രിയിൽ നിന്നാ വരുന്നേ. ഇല്ല മാഡം, ഡോക്ടർ ചീട്ടില്ലാതെ ഒരിക്കലും തരാൻ പറ്റില്ല മാഡം. ആദ്യം അതുകൊണ്ട് വരും. ഒരു ടിക് 20 വേണം. എന്താ ചേച്ചി? ഐശ്വര്യേ, അമ്മേ എന്നോട് ക്ഷമിക്കണം. ഏട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് ഞാനാ കാരണം. ഞാനിവിടെ നിൽക്കുന്നത് ഏട്ടന് നല്ലതല്ല. ഞാൻ നിങ്ങളെ വിട്ടു പോവാണ്. എന്നെ അന്വേഷിക്കണ്ട. എന്നോട് ക്ഷമിക്കണം അമ്മേ. കവിത, ഐശ്വര്യ മോളെ കണ്ടോ? കണ്ടില്ലല്ലോ മാഡം. ദിനേശ്. ശർമ്മ. എൻ്റെ പേര് ശർമ്മ. ഓക്കെ ശർമ്മ. ദിനേശ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ദിനേശിന്റെ ശരീരത്തിലാണ് ഉള്ളത്. നിങ്ങളുടെ അടുത്ത ജന്മമായത്. ദിനേശിന് ഇപ്പൊ സുഖമില്ല. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ ഞാൻ എടുക്കാം. ദിനേശ് മനസ്സുകൊണ്ട് അയാളുടെ കഴിഞ്ഞ ജന്മത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ അയാൾ ശർമ്മയാണെന്നാണ് അയാളുടെ വിചാരം. അയ്യോ,
ഡോക്ടർ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ ഇതാണ് ദിനേശിന്റെ അവസ്ഥ. എന്റെ മോൻ ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഡോക്ടർ. നല്ല മോനാണ് ഡോക്ടർ. ദിനേശ്, വാ, ഡോക്ടറെ കണ്ടിട്ട് പോകാം. ഡ്രസ് ഒന്ന് മാറ്റിട്ട് വാ. ഈ റെക്കോർഡ്സ് എല്ലാം ഫ്യൂച്ചറിൽ റെഫറൻസിന് ആവശ്യം വരും. 6 മാസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യും. ഫാർമസി പോയി മെഡിസിൻ വാങ്ങിച്ചിട്ട് പോയാൽ മതി. ഓക്കെ? അണ്ണാനഗർ പോണോ എനിക്ക്? അണ്ണാനഗറിലോ? ഞാൻ പറഞ്ഞില്ലേ മോനെ, ഐശ്വര്യ അവിടെ ഇല്ല. അവിടുന്ന് മാറിയിട്ട് 2 മാസമായെന്നാ പറയുന്നേ. എനിക്ക് അന്വേഷിക്കണം. നിങ്ങൾ വണ്ടി എടുക്ക. ഇല്ല നിയ, അവരിവിടുന്ന് മാറിയിട്ട് 2 മാസമായിട്ടോ. എവിടേക്കാ പോയെന്നറിയാമോ? കെട്ടിയ അനിയൻ അറിയില്ലാച്ചാ ഞങ്ങൾ എവിടുന്ന് അറിയാനാ? ഏതേതോ ഏതേതോ ഓർമ്മയാലേ എൻ കണ്ണാലെ നിന്നുള്ളം കാണാതെ പോയതെന്തേ? ഇതുമൊരു പുതുവഴിയോ കരളിലുമൊരു നനവായി മനസാകെ നിന്റെ മുഖമോ മലരെ നീ പോയതെവിടെ? ഏതേതോ ഏതേതോ ഓർമ്മയാലേ എൻ കണ്ണാലെ നിന്നുള്ളം കാണാതെ പോയതെന്തേ? ഇതുമൊരു പുതുവഴിയോ കരളിലുമൊരു നനവായി മനസാകെ നിന്റെ മുഖമോ മലരെ നീ പോയതെവിടെ? ഏതേതോ ഏതേതോ ഓർമ്മയാലേ എൻ കണ്ണാലെ നിന്നുള്ളം കാണാതെ പോയതെന്തേ? ഇതുമൊരു പുതുവഴിയോ കരളിലുമൊരു നനവായി മനസാകെ നിന്റെ മുഖമോ മലരെ നീ പോയതെവിടെ? എന്റെ കാതിലിന്നുമേ നിന്റെ കൊഞ്ചലിന്നുമോ നെഞ്ചിലേറ്റ വിങ്ങലായി എന്റെ നിദ്ര നിന്നിലെ ഓർമ്മയാലെ മാഞ്ഞു പോയി ദൂരെ എങ്ങു മാറി നിൽപ്പു നീ മനമിന്നു മൂകമായി കാറ്റുവീശി വന്ന വീതിയൊന്നു ചാരി നിന്നു ഞാനും ഇന്നുമേറെ നേരമായി ജീവനുള്ള നാൾ വരെ കാത്തിടും ഞാൻ കൺമണി ദൂരെ എങ്ങു മാറി നിൽപ്പു നീ കനവോ നിനവോ എൻ കണ്ണിലൊന്നു കണ്ടതില്ലയോ പറയാം പ്രിയതേ നീ മാത്രമാണതെന്റെ ലോകമേ ഏതേതോ ഏതേതോ ഓർമ്മയാലേ എൻ കണ്ണാലെ നിന്നുള്ളം കാണാതെ പോയതെന്തേ ഇതുമൊരു പുതുവഴിയോ കരളിലുമൊരു നനവായി മനസാകെ നിന്റെ മുഖമോ മലരെ നീ പോയതെവിടെ?
എടാ ദിനേശേ, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ഇത്രയും കാലം ജീവിച്ചതല്ലേ? അവളുടെ സ്വന്തക്കാരെ ആരും അറിയില്ല നിനക്ക്. സാറിനോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ഐശ്വര്യക്ക് അച്ഛനും അമ്മയില്ലെന്നറിയില്ലേ? ആ, മാട്രിമോണിൽ നീ അവളെ കോണ്ടാക്ട് ചെയ്തോ അല്ലെ അവൾ നിന്നെ കോണ്ടാക്ട് ചെയ്തോ? ഐശ്വര്യ എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അന്ന് രജിസ്റ്റർ ഓഫീസിൽ വന്നവരെല്ലാം അവളുടെ ഫ്രണ്ട്സ് ആണല്ലേ? ഇറ്റ്സ് ഓക്കെ, നീ ഇതാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ടേക്ക് ഇറ്റ് ഈസി. ഞാൻ പിന്നെ സംസാരിക്കാം. അമ്മേ. ആ അമ്മയാ മോനെ, പറഞ്ഞോളൂ. ഒന്നുമില്ലമ്മേ, എൻ്റെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ ടേബിളിൻ്റെ പുറത്തൊരു മരുന്ന് പാക്കറ്റ് ഉണ്ടാവും. അതവിടെ വെച്ചേക്കണം. ഒരാൾക്ക് കൊടുക്കാനുള്ളതാ. ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. വെക്കട്ടെ മോനെ. എന്നാ ശരി അമ്മേ. സോറി ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഈ ഫോട്ടോ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? നിക്കവിടെ, നിക്ക. ദിനേശ്, വാ, പോലീസ് സ്റ്റേഷനിൽ പോവാം. അതിൻ്റെ ആവശ്യമില്ല സാർ. പിന്നെ ഇതെങ്ങനെ വെറുതെ വിട്ടാൽ എങ്ങനെയാ? അങ്ങനെ വിടില്ല, ഒരിക്കലും വിടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതുവരെ എന്നെ ഫോളോ ചെയ്ത് ആരോ ഫോട്ടോ എടുത്തിട്ടുണ്ട് സാർ. ഇത് വെറും നിസ്സാരപ്പെട്ട കാര്യമല്ലല്ലോ. മനുഷ്യന്റെ ശരീരത്തിൽ ഡ്രഗ്സ് പരീക്ഷിച്ചിരിക്കുന്നു. എത്ര പേരാ മരിച്ചു കിടക്കുന്നത്? ഇവരൊക്കെ ആരാണ്? ഐശ്വര്യക്കും ഇവർക്കും തമ്മിൽ എന്താണ് ബന്ധം? അറിയില്ല സാർ.
ഈ മരുന്നും വർക്കൗട്ടായില്ല. രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇവള് മരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കിഡ്നി, ഹാർട്ട്, കണ്ണ്, ലിവർ എല്ലാം പെട്ടെന്ന് എടുക്കണം. യെസ് സാർ. സാർ, മൈക്കിൾ വന്നിട്ടുണ്ട്. ഇപ്പൊ വരാന്ന് പറ. ശരി സാർ. മാർഷലിന് ഫോൺ ചെയ്. അവൻ അയച്ചിരുന്നില്ലേ C37 ഒരു മരുന്ന്? അത് ശരിക്കും വർക്കൗട്ടായില്ല. ബോഡി പാർട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ക്യാഷ് പെട്ടെന്ന് അയക്കാൻ പറ. ഓക്കെ സാർ. ഹായ് മൈക്കൽ, സിറ്റ് ഡൗൺ പ്ലീസ്. ഈ ഡ്രഗില്ലേ, സിംപ്ലി സൂപ്പർബ്. 2-3 ദിവസം കൊണ്ട് റിസർച്ച് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഡു യു വാണ്ട് ടു സീ എ ഡെമോ? Yeah, I don't mind. Hey. നമ്മുടെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പും പ്രോജക്റ്റ് ഫോട്ടോസും ആരോ എടുത്തോണ്ട് പോയിരിക്കുന്നു. നീ എന്തീ പറയുന്നേ? അതെ, ആരോ എടുത്തോണ്ട് പോയിരിക്കുന്നു. എന്താ? എൻ്റെ ഫാം ഹൗസിൽ നിന്ന് ആരോ എൻ്റെ ലാപ്ടോപ്പും നമ്മുടെ പ്രോജക്റ്റ് ഫോട്ടോസ് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാ പറഞ്ഞത്. നീ എന്തിനാ അതൊക്കെ അവിടെ വെച്ചത്? ആരായാള്? ആരാന്നറിയില്ല. രാജാതിരാജ മാർത്താണ്ഡ വീരശൂര പരാക്രമിയായ എന്നോട് ഈ വേല കാണിക്കുന്നോടാ. എന്താ എന്താ എന്താ? ലാപ്ടോപ്പ് തിരിച്ചു വന്നില്ലെങ്കിൽ അടുത്തത് നീയായിരിക്കും. ദിനേശ്. അതെ ദിനേശ്, ഇതാണ് നിങ്ങളുടെ ശരീരത്തിൽ കലർന്നിട്ടുള്ള ഡ്രഗ്. ഈ ഡ്രഗ് നിങ്ങളുടെ തലച്ചോറിനെ ഹെവിയായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറിയത്. അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ജന്മം അതിലുള്ള ശർമ്മ ഇവിടേക്ക് വന്നത് അതൊക്കെ ഡോക്ടർ അന്വേഷിച്ച് നോക്കിയപ്പോൾ അതെല്ലാം സത്യമാണെന്നും ബോധ്യപ്പെട്ടു.
ദിനേശാണ് കഴിഞ്ഞ ജന്മത്തിൽ ശർമ്മയായി ജീവിച്ച് കൊല ചെയ്യപ്പെട്ടത്. അപ്പോ കഴിഞ്ഞ ജന്മത്തിൽ ശർമ്മയെ കൊന്ന ജയലക്ഷ്മിയാണ് ഇപ്പൊ ഐശ്വര്യമായിട്ട് വന്നിരിക്കുന്നതല്ലേ? അതത്ര ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ദിനേശ് ശർമ്മയായി മാറുമ്പോൾ തൻ്റെ ഭാര്യ ഐശ്വര്യയെ ജയലക്ഷ്മിയാണെന്ന് കരുതിയതായിരിക്കാം. അതല്ലെങ്കിൽ ശരിക്കും ഐശ്വര്യ ജയലക്ഷ്മി തന്നെ ആയിരിക്കാം. തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്താ ചെയ്യണ്ടേ? പറ, എന്താ ചെയ്യണ്ടെന്ന് പറ. പറയാൻ എന്താ ചെയ്യണ്ടേ? ശിക്ഷ കൊടുക്കണം അല്ലേ? ഭാര്യയെപ്പോലെ അഭിനയിച്ച് മരുന്നും കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ ഭാര്യയായിട്ട് അവൻ്റെ കൂടെ അങ്ങ് ജീവിക്കായിരുന്നല്ലോ നീ. അവൻ എന്തോരം ധൈര്യം ഉണ്ടായിട്ട് അവൻ എൻ്റെ ഏരിയയിൽ വന്ന് കളിച്ചത്. അവൻ അന്നേ കൊന്ന് തള്ളിയിരുന്നെങ്കിൽ അവൻ ഇപ്പോൾ ഇവിടെ വരുമായിരുന്നോ? അവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടാടി. അവൻ ഇനി ഏതായാലും അധിക കാലമൊന്നും ആയുസ്സുണ്ടാവില്ല. ഇന്ന് തന്നെ അവൻ്റെ കഥ ഞാൻ കഴിച്ചിരിക്കും. ദിനേശ് ഒന്നും അറിയില്ല. ഏട്ടൻ പാവ. എന്നെ അന്വേഷിച്ചായിരിക്കും അവിടെ വന്നത്. ദൈവത്തെ ഓർത്ത് ഏട്ടനെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ഇഷ്ടോ നിനക്ക് അവനെ? Oh my sweet. Oh, I'm sorry. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അവനോട് ലാപ്ടോപ്പായിട്ട് വരാൻ പറ. ഒറ്റയ്ക്ക് വരാൻ പറ. ഞാൻ അവനെ ഒന്നും ചെയ്യാൻ പോണില്ല. സത്യം കിട്ടും, അവനൊന്നും ഞാൻ ചെയ്യില്ല. Go ahead, take it. ലൗഡ് സ്പീക്കറിലിടെ. സ്പീക്കർ. ഹലോ ദിനേശ് ഏട്ടാ. ഐശ്വര്യ, ദിനേശ് ഏട്ടാ എന്തിനാ വീട്ടിലോട്ട് പോയത്? ലാപ്ടോപ്പ് എവിടെയാ? ആദ്യം നീയുള്ള സ്ഥലം പറ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി അന്വേഷിക്കണ്ട. ഡാ, വാ. അകത്തേക്കല്ലേ?
ചേട്ടാ ഇവനെ അങ്ങ് തീർക്കട്ടെ. ഐശ്വര്യ എവിടെ? ലാപ്ടോപ്പ് എവിടെ? ഐശ്വര്യ എവിടെ എന്ന് പറ. ഡാ, നീ ഡീല് സംസാരിക്കുകയാണോ? നീ ഇപ്പൊ വന്ന് നിൽക്കുന്ന ഈ സ്ഥലം ഏതാണെന്നറിയാം നിനക്ക്? എനിക്ക് ഐശ്വര്യ കാണണം. മര്യാദയ്ക്ക് ആ ലാപ്ടോപ്പ് അവിടെ വെച്ചിട്ട് സ്ഥലം വിടാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. ചേട്ടാ ഓപ്പൺ ആകുന്നില്ല. എന്താന്ന്? യൂസർ നെയിം ദിനേശ്, പാസ്വേഡ് ഐശ്വര്യ. നീ കണ്ടുവല്ല? എല്ലാം കണ്ടു. ഒരു കോപ്പി എൻ്റെ കൈ വെച്ചുകൊണ്ട്. ഐശ്വര്യ എനിക്ക് വിട്ടു തരണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എത്ര തരും നീ? 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷോ? എടാ, നീ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൾ ആരായിരുന്നെന്ന് അറിയാമോ നിനക്ക്? ഞങ്ങൾ എത്ര രാത്രികളാ ഒരുമിച്ചുണ്ടായെന്ന് അറിയാവൂടാ നിനക്ക്? ഇപ്പൊ അവൾ എൻ്റെ വൈഫാണ്. നിന്റെ വൈഫ്? ദിനേശിന്റെ വൈഫ് ഐശ്വര്യ ദിനേശ്. വളരെ നല്ലവനാടാ നീ. മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടി നിന്നെ ഒരു എലിയെ പോലെ യൂസ് ചെയ്തിട്ട് വട്ടനാക്കി മാറ്റി. അവളോട് നിനക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ ഇഷ്ടം? അവളോട് നിനക്ക് ഒരു തരി പോലും ദേഷ്യമില്ലടാ? ഇല്ല? ചെല്ലേ, അവള് മുകളിലുണ്ട്. പോയി സംസാരിച്ചിട്ട് വാ. പൊക്കോ. ചേട്ടാ, ചേട്ടാ, എന്നെ ഇവിടെ മുറി അടിച്ചിട്ട് കൊല്ല ചെയ്യൂ ചേട്ടാ. എന്നെ ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക ചേട്ടാ. എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കുക ചേട്ടാ. പേടിയാവുന്നു ചേട്ടാ.
മിസ് ചെയ്തത്? ഐശ്വര്യ കോപ്പറേറ്റ് ചെയ്തില്ല, പകുതി വെച്ച് വിട്ടുകളഞ്ഞു. അതുകൊണ്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാറ്റഗറി ഏതാ? A1-ലെ 5th സ്റ്റഡി. എന്താ റിയാക്ഷൻ? കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ഓ, ഇൻട്രസ്റ്റിംഗ്. ഇതുവരെ ഇവൻ എത്ര ഡോസേജ് കൊടുത്തിട്ടുണ്ട്? 4 grams, സർ. 4 grams ഓഫ് ഡ്രഗ്സ്? ഇവൻ എങ്ങനെ ജീവിച്ചിരിക്കുന്നു? അതിനേക്കാളും 10 മടങ്ങ് ഒരു ഡോസേജ് കൊടുക്ക്. റിയാക്ഷൻ എന്താണെന്ന് അറിയാലോ? യെസ് സർ. ചില ബുദ്ധിയുള്ള മനുഷ്യരുടെ ശരീരത്തിൽ ഈ മരുന്ന് എന്ത് റിയാക്ഷൻ ഉണ്ടാക്കുമെന്നറിയാൻ മറ്റുള്ളവർക്ക് വേണ്ടി വിരിച്ച വലയിൽ നീയായിട്ടല്ലേ വന്ന് പെട്ടത്. അത് നിന്റെ തെറ്റല്ല. പക്ഷേ ഞങ്ങളുടെ സീക്രട്ട് അറിഞ്ഞതിന് ശേഷം ഞങ്ങളോട് തന്നെ ഡീല് സംസാരിച്ചില്ലേ? അതേ ഭയങ്കര തെറ്റായിപ്പോയി. ഞങ്ങളുടെ കൈകൊണ്ട് മരിക്കുന്ന ഓരോരുത്തനും ഓരോരോ റിസൾട്ടാ തരിക. നീ എന്ത് റിസൾട്ടാ തരാൻ പോകുന്നെന്ന് നോക്കട്ടെ. ഈ ഡ്രഗ് എൻ്റെ പേഷ്യൻ്റ് ദിനേശിന് കുത്തിവെച്ചിട്ടുണ്ട്. ആരാ കൊടുത്തേ? എന്തിനായിരിക്കും ഇത് കൊടുത്തത്? ചില ഫാർമ കമ്പനികൾ പുതിയ മരുന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതിനായി എലി, കുരങ്ങൻ, മുയൽ എന്നീ മൃഗങ്ങളെ യൂസ് ചെയ്യും. പക്ഷെ ചിലർ നിയമത്തിനെതിരായി കൂടുതൽ പണം നൽകിക്കൊണ്ട് അത് മനുഷ്യ ശരീരത്തിലും ടെസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ അറിവ് വെച്ച് ഈ ഡ്രഗ് ഏതൊരു വലിയ ഫോറിൻ കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ ഏതോ ഒരു ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവൻ ദിനേശിൻ്റെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മരുന്നിന്റെ എഫക്റ്റ് കാരണം ദിനേശിന്റെ തലച്ചോറിന്റെ ആക്ടിവിറ്റി വളരെ കൂടുതലായി. ദിനേശിന് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. അപ്പോൾ ആർക്ക് കൊടുത്താലും കഴിഞ്ഞ ജന്മം ഓർമ്മ വരുമോ ഡോക്ടർ? ഡോണ്ട് ബി സില്ലി. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഒരുപക്ഷെ ചിലർക്ക് ബ്രെയിൻ ഡെത്ത് വരെ സംഭവിക്കാം. പക്ഷേ ഇതിൽ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഐശ്വര്യ അയാളെ കബളിപ്പിച്ച് കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഡോക്ടർ, ഒരുപക്ഷെ ദിനേശിനത് വീണ്ടും അമിതമായി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അറിയില്ല. അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാവാം. അല്ലെങ്കിൽ അയാൾ വീണ്ടും ശർമ്മിയായി മാറിയേക്കാം. നീ എന്താണ്? ഓക്കെ സർ.
ജയലക്ഷ്മി എവിടെയാണ്? അറിയില്ല. Striking at the right time, living like a villain and killing him at the right time. Fight time, can nobody run away right now? Right here, right now, we should be alive now. Nikola Ababa, the Vita Saita, and you can see it rolling into the Vaita. Back with the vengeance from the dark dungeons, even in get down to the deep dungeon. Hey, ജയലക്ഷ്മി എവിടെ? അറിയില്ല. ജയലക്ഷ്മി എവിടെയാണ്? ആ തോക്കിൽ ബുള്ളറ്റ് ഇല്ലടാ. ജയലക്ഷ്മി എവിടെയാണെന്ന്? ജയലക്ഷ്മി എവിടെ? ജയലക്ഷ്മി എവിടെയാന്ന്? ജയലക്ഷ്മി എവിടെ? അറിയില്ല. പറയടാ, ജയലക്ഷ്മി എവിടെയാണ്? ജയലക്ഷ്മി ജയലക്ഷ്മി അറിയില്ല. ഇംഗ്ലീഷ് പറയല്ലേ? എന്തോന്നാണ് സോറി? നീ ഒരു മലയാളിയല്ലേ? മലയാളത്തിൽ പറയില്ല നീ? മലയാളത്തിൽ പറയടാ. മലയാളത്തിൽ സോറി ചേട്ടാ. നിന്നെ കണ്ടിട്ട് ആ നടരാജന്റെ നല്ല ചായ ഉണ്ടല്ലോടാ. നടരാജനോ? അതെടാ. അതാരാ? നടരാജനെ അറിയില്ല? അറിയില്ല 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 അറിയില്ല. ജയലക്ഷ്മിയെ കൊണ്ട് ഒളിച്ചോടിയത് നീയല്ലേ? നീയല്ലടാ ജയലക്ഷ്മിനെ കൊണ്ട് ഒളിച്ചോടിയതോ? നീ തന്നെ. എവിടെ? നീ ഒരു ശ്ലോകം ചൊല്ലിക്കേ, നടരാജനാണെന്ന് നോക്കട്ടെ. ശ്ലോകോ? പെട്ടെന്ന് ചോദിച്ചാ എങ്ങനെയാ ചേട്ടാ? അറിയില്ല.
അറിയില്ല 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 നിനക്ക്? അന്യന്റെ ഭാര്യയെ ഒരിക്കലും മോഹിക്കരുതെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്. അറിയില്ല നിനക്ക്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും അറിയില്ല നിനക്ക്? മറ്റൊരു കണ്ണുകൊണ്ട് അന്യന്റെ ഭാര്യയെ നോക്കരുതെന്ന് ഇനി മനസ്സിലായില്ല? വായി തോന്നുന്ന ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മറ്റുള്ളവന്റെ ഭാര്യ അടിച്ചോണ്ട് പോകുന്നത് ഞങ്ങൾ നോക്കി നിൽക്കണം. അല്ലടാ അല്ലടാ. ജയലക്ഷ്മി, ജയലക്ഷ്മിയെ കൊല്ലണം, ജയലക്ഷ്മിയെ കൊല്ലണം. അത്രേ ഉള്ളോ? ഇത് നിനക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ തന്നെ കൊല്ലുമായിരുന്നല്ലോ. നീ എങ്ങനെയാണ് കൊല്ലുന്നത്? അവളെ ഞാനാണ് കൊല്ലേണ്ടത്, അവളെ ഞാനാണ് കൊല്ലേണ്ടത്. എന്റെ ഈ കൈ കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചു വേണം അവളെ കൊല്ലുവാൻ. നിന്റെ നെഞ്ചിനകത്തെ മുറിവിൽ ദേശം അവൾ കൊഴുത്തു വിട്. ചോരയോറ്റി എറിഞ്ഞ കനലിൽ അവളെ ഉടനെ ഉരുക്കി വിട്. ജീവിതം ഇന്നതിസാരമോടെ കടലിനലപോൾ അലറിടവേ സ്നേഹമോടെ മയക്കിയെടുത്ത് കഥയിൽ അവളെ കുരുതിക്കൊട്. അഴകായി ചിരിച്ചാൽ നീ മയങ്ങിടേണ്ട, അവളെ കൊല്ലാൻ നീ മടിച്ചിടേണ്ട. കൊല്ലുക നീ, കൊല്ലുക നീ, കൊല്ലുക നീ, അവളെ കൊല്ലുക നീ. ദിനേശേട്ടാ, എന്നോട് ക്ഷമിക്കൂ ദിനേശേട്ടാ. ഞാൻ ദിനേശ് അല്ല, ശർമ്മ. ദിനേശിന്റെ ശരീരത്തിൽ ഞാനാണ് ജയലക്ഷ്മി. ഞാൻ ജയലക്ഷ്മി അല്ല. അത് നീ പറയാൻ പാടില്ല, ഞാനാണ് പറയേണ്ടത്. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിനെ പോലെ ചാതുര്യവും മാധുര്യവും നിറഞ്ഞു നിന്ന ലാവണ്യവദനയല്ലയോ ജയലക്ഷ്മി? ദിനേശേട്ടാ, ദിനേശ് മരിച്ചു കഴിഞ്ഞു. അവൻ എൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ശരീരം അവൻ എനിക്ക് വിട്ടു തന്നതാണ്. ഇപ്പൊ ഞാൻ ശർമ്മയാണ്, അതേ ശർമ്മ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഭൂമിയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഈ ശർമ്മ. എന്തിനു വേണ്ടിയാണെന്നറിയോ? നിന്നെ കൊല്ലാൻ വേണ്ടി. ചതച്ച് 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 ചതച്ചടിച്ചു കൊല്ലണം നിന്നെ എനിക്ക്. നീ എന്നെ കൊന്ന പോലെ തന്നെ അടിച്ചു കൊല്ലണം എനിക്ക്. അതെ, ഏട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാ. വാ, എന്നെ അങ്ങ് കൊന്നേക്ക്. വാ, ഏട്ടന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ മരിച്ചോളാം. താലി കെട്ടിയവനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങി ഓടുന്നത് തെറ്റല്ലേ ജയലക്ഷ്മി? നീ ചെയ്തത് തെറ്റല്ലേ? ആ കുരുത്തം കെട്ടവനായ നടരാജന്റെ കൂടെ, എന്നെ കണ്ട പേടിച്ച് മൂത്രമൊഴിക്കുന്ന ആ തെമ്മടിയുടെ കൂടെ. ദിനേശേട്ടാ, ഏട്ടനോട് ഞാൻ ചെയ്ത ദ്രോഹത്തിന് ഞാൻ മരിച്ചോളാം. ആദ്യം എന്റെ വയറ്റിൽ വെടിവെച്ച് കുഞ്ഞിനെ കൊന്നേക്ക്, അതിനുശേഷം എന്നെയും കൊന്നുകളാം. കുഞ്ഞായത്
ഏട്ടനോടൊപ്പം ഞാൻ ജീവിച്ചിട്ടുണ്ടോ ഇല്ല എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഐശ്വര്യയായിട്ട് ഏട്ടന്റെ ഭാര്യയായി ഏട്ടനോടൊപ്പം ജീവിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് ക്ഷമിക്ക് ജയലക്ഷ്മി. നമ്മുടെ കുഞ്ഞിനെ ഞാൻ അറിയാതെയാണ് കൊന്നത്. എന്നോട് ക്ഷമിക്ക്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ നിയമവിരുദ്ധമായി മയക്കുമരുന്നുകളും വ്യാജമരുന്നുകളും പൊതുജനങ്ങളിடம் പരീക്ഷിച്ച സംഘം പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ചെന്നൈ, മുംബൈ, ബാംഗ്ലൂർ എന്നീ നാടുകളിൽ പോലീസുകാർ അതീവ ജാഗ്രതയോടെ തന്നെ മിന്നൽ പരിശോധന നടത്തി വരികയാണ്. ഇതിൽ വിദേശ കമ്പനികൾക്കും കൂടുതൽ ഇടപാടുകൾ ഉള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സംഘത്തിൽ അകപ്പെട്ട് മുജ്ജന്മ ഓർമ്മകളുമായി കഴിഞ്ഞിരുന്ന ദിനേശ് ഇപ്പോൾ പൂർവ്വസ്ഥിതിയിൽ എത്തുകയും ചെയ്തു. അയാളുടെ ഭാര്യ ഐശ്വര്യയും ഇപ്പോൾ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനേശ് മുൻജന്മത്തിൽ ശർമ്മയായി ജീവിച്ചിരുന്നു എന്ന് സാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ജയലക്ഷ്മി ശർമ്മയെ കൊല ചെയ്യാനുള്ള ലക്ഷ്യവും അതിനു പിന്നിലെ പദ്ധതിയും പോലീസ് കേസിൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വളരെ വ്യക്തമായ ദിനേശിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഹലോ, ആ പറമോളെ. ദിനേശിനെ അന്വേഷിച്ച ഒരു പ്രായമായ സ്ത്രീ വന്നിരുന്നു. തല ചുറ്റുന്നുണ്ട്, അല്പം വെള്ളം തരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ആള് മയങ്ങി വീണു. അതാരാണെന്ന് ചോദിച്ചോ മോളെ? ചോദിച്ചമ്മേ, പേര് ജയലക്ഷ്മി എന്നാണെന്നാ പറഞ്ഞേ. അവര് തഞ്ചാവൂരിൽ നിന്ന് വരുവാണത്രേ. ജയലക്ഷ്മിയോ? അല്ല, എന്തോ റോങ്. പറയൂ രമ്യ, ആരാ? ഞാൻ ഉടനെ തന്നെ വരാം. ദിനേശ്, ഐശ്വര്യ നോക്കണം മോനെ. ഐശ്വര്യ നോക്കാനാ പറഞ്ഞേ. പോകരുത് മോനെ. അവര് മരിച്ചു കേട്ടോ. ആരാത്? വന്നപ്പോ തൊട്ട് നിന്റെ അടുത്ത് മാപ്പ് പറയണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു.